വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 29 ഏപ്രിൽ മാസം 2024 രാവിലെ 7:33 ആയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിൽ ഈ ഗ്രേ കളറിൽ കാണുന്നത് വാല്യൂ ഏരിയ എന്നാണ് പറയുന്നത്. സോ വാല്യൂ ഏരിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ ഈ വാല്യൂ ഏരിയയുടെ ഹൈയും ഈ വാല്യൂ ഏരിയയുടെ ലോയും കണ്ടോ, ഇവിടെയാണ് മാക്സിമം ആൾക്കാർ കൊടുക്കൽ വാങ്ങൽ നടത്തിയിരിക്കുന്നത്. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വേറൊരു യുണീക്കായിട്ടുള്ള ഫീച്ചർ. ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ആൾക്കാർ കൂടുതൽ ബൈ ആൻഡ് സെൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. സോ ഈ വാല്യൂ ഏരിയ ഹൈയും ലോയിൻ്റെ അവിടെയും, അപ്പോൾ ഈ കുറഞ്ഞ പ്രൈസിൻ്റെ അടുത്താണ് ആൾക്കാർ കൂടുതൽ വാങ്ങൽ വിൽക്കൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ട്രേഡ് നടന്നിരിക്കുന്നതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. ഇത് വന്നിട്ട് ടൈമിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോളാണ്. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ എന്താ പറയുക, അതിനനുസരിച്ചുള്ളതാണ്. മുകളിലുള്ളത് വോളിയം കാണിക്കുന്ന എന്താ പറയുക, ഒരു ബൈ ആൻഡ് സെൽ നടന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ പ്രൈസിലാണ് നടന്നിരിക്കുന്നത്. അതായത് 48,600-നും 48,550-നും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നടന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷൻസ്. മനസ്സിലായോ? ഈ ഇൻഫർമേഷനൊക്കെയാണ് നമ്മളെ ഇൻട്രാഡേ പ്ലെയേഴ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് കാണുന്നതും നമ്മൾ അങ്ങനെ വേണം എടുക്കാൻ. ഇതിനകത്ത് വേറെ ഒരു ഇൻഡിക്കേറ്ററോ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മളിത് കണ്ട് മനസ്സിലാക്കി വേണം നമുക്കൊരു ട്രേഡ് എടുക്കാൻ. അതും ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമുക്ക് നിറച്ച് ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടും. എവിടെയാണ് സെല്ലർ ഉള്ളത്, എവിടെയാണ് സെല്ലർ പേടിക്കുന്നത്, എവിടെയാണ് സെല്ലർ ഇറങ്ങുന്നത്. കാരണം നമ്മുടെ ഓപ്പോണൻ്റ് സെല്ലറാണ് അല്ലേ. ഓപ്ഷൻ ബയ്യർ ഇല്ലാതെ ഓപ്ഷൻ സെല്ലിങ് നടക്കത്തേയില്ല. ഈ നാട്ടിൽ ഇഷ്ടംപോലെ യൂട്യൂബ്സ് ഉണ്ട്, പേര് കേട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവരെല്ലാം പറയും അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഓപ്ഷൻ ബയ്യിങ്. പക്ഷേ അതേസമയം ഓപ്ഷൻ സെല്ലിങ് ആണ് ലിമിറ്റഡ് പ്രോഫിറ്റാണ്, റിസ്ക് കുറവാണെന്നൊക്കെ പറയും. പക്ഷേ ശ്രദ്ധിച്ച് നോക്കി പഠിച്ച് നമ്മൾ കുറച്ച് നമ്മളെ കൺട്രോൾ ചെയ്താൽ, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്താൽ ഓപ്ഷൻ ബൈയിങ്ങിനെ പോലുള്ള നല്ലൊരു എന്താ പറയുക, ഒരു ഇൻകം കിട്ടാനുള്ള, ഒരു പാസീവ് ഇൻകം കിട്ടാനുള്ള മാർഗം വേറെ എവിടെയില്ല. പക്ഷേ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ SL ഡിസൈഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് വരുന്ന ദിവസം പിടിക്കാം. നമ്മൾ ഇന്ന് എങ്ങനെയാണ്, ഇന്നൊരു ഇൻസൈഡ് ഓപ്പൺ ആണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഇൻസൈഡ് ഓപ്പൺ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിലും 48,700 ഈ വാല്യൂ ഏരിയയുടെ ഹൈ ഒരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും ഫോർ ദ ടൈം ബീയിങ്. ഇതിന് താഴെയാണ് ഓപ്പൺ ആകുന്നതെന്നുണ്ടെങ്കിൽ വാല്യൂ ഏരിയക്കകത്തും ഇതിന് താഴെയും, അതായത് ഫോർ എക്സാമ്പിൾ ഇൻ ബിറ്റ്വീൻ 48,600, 550 ഇവിടെയൊക്കെയാണ് ഓപ്പൺ ആകുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് താഴെ ഈ ഡേ ലോ വീക്കാണ്. ഈ ഡേ ലോ എൽ പീരീഡ് ഉണ്ടല്ലോ, ഈ എൽ പീരീഡ് ഡേ ലോ വീക്കാണ്. ഈ BD വീക്കാണ്. സോ ഇത് വരയ്ക്കും, ഈ വാല്യൂ ഏരിയ ലോ വരയ്ക്കും. അതായത് 48,200, 150, 200. കാര്യത്തിൽ ഇവിടെ കുറച്ച് വോളിയം ഉണ്ട്. ഈ വോളിയം നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 48 താഴെയാണെങ്കിൽ 48,600, 550 താഴേക്ക് ഓപ്പൺ ആയാൽ നമുക്ക് താഴെ ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ നമുക്ക് മാക്സിമം ഇതുവരേക്ക് കിട്ടും, ഈ വാല്യൂ ഏരിയ ലോ. എന്നിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഏരിയയ്ക്ക് അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടണം. എങ്കിൽ താഴെ നമുക്ക് ഈ ഓപ്പൺ ഇസിക്വൽ ടു ലോ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. 48,000 ഓപ്പൺ ഇസിക്വൽ ടു ലോ ഇത് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ ഇന്ന് ഈ IB ബ്രേക്കൗട്ട് കഴിഞ്ഞ് 4 ദിവസമായി കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. IB ബ്രേക്കൗട്ട് ഫെയിലിയർ കഴിഞ്ഞിട്ട് ഇത് 23-ാം തീയതിയാണ് നടന്നത്. അതിനുശേഷം 1, 2, 2, 3 ഇന്ന് 4ാമത്തെ ദിവസമാണ്. IB ബ്രേക്കൗട്ട് ഫെയിലിയർ കിട്ടി, ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. ബയാസ്ഡ് ആകണ്ട. നമുക്ക് ലോങ് പോകണം എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഏരിയയ്ക്ക് മുകളിലൊരു അക്സെപ്റ്റൻസ് കിട്ടണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇന്നലത്തെ ഡേ ഹൈൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ലോങ് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ലോങ് നോക്കുന്നില്ല. നാളെ മെയ് മാസത്തിൻ്റെ എക്സ്പയറാണ് ബാങ്ക് നിഫ്റ്റിക്ക്.
ഏപ്രിൽ മാസത്തിൻ്റെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിക്ക്. ഏപ്രിൽ മാസത്തിൻ്റെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിക്ക്. പക്ഷേ നിഫ്റ്റി മെയ് മാസത്തിൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ പോലെ കഴിഞ്ഞില്ല. നിങ്ങൾ ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തോളൂ. അതായത് 48,700 ഒരു റെസിസ്റ്റൻ്റാണ്. അതിൻ്റെ താഴെയാണ് ഓപ്പൺ ആകുന്നതെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് സ്ട്രോങ് ആവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലെവൽ 48,550, അതിനുശേഷം 48,300, അതിനുശേഷം 48,200, അതിനുശേഷം 48,000. സോ ഈ ലെവലൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്തൊക്കെ ഓപ്പൺ ആയാൽ നമ്മൾ ശ്രദ്ധിച്ച് 1-2 ട്രേഡ് എടുത്ത്, റേഞ്ച് വളരെ കുറവാണ്, ഒരു 300 പോയിൻറ്റ്സിൻ്റെ അടുത്തുള്ള റേഞ്ചൊക്കെ ഉള്ളൂ. എക്സ്റ്റൻഷൻ ആയാൽ ഒരു 500 കിട്ടും നമുക്ക്. പക്ഷേ അത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള ലൈവ് മാർക്കറ്റിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഓപ്പണും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കേണ്ടതായിട്ടുണ്ട്. റേഞ്ച് വലത് വൺ സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചാൻസസ് താഴോട്ട് കിട്ടിയാൽ വൺ സൈഡ് കിട്ടും. പക്ഷേ മാർക്കറ്റാണ് സുപ്രീം, എന്ത് വേണോ നടക്കാം. സോ ഇത്രയും നേരം കണ്ടതിൽ നമസ്കാരം. ഒന്ന് ലൈക്ക് ബട്ടന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ, ഷെയർ ചെയ്തേക്കൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.